ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ 3 പേരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടിയാണുള്ളത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെഡിയായിട്ട് ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഫേസ് 2 ആണ് കേട്ടോ. ഇവിടാണ് ഞാൻ മാരേജിന് മുമ്പ് താമസിച്ചത് അക്കോമഡേഷനിൽ. അപ്പോൾ ഇന്ന് സോണിയയുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ആത്മീയ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അപ്പം അവളുടെ ക്ഷണപ്രകാരം നമ്മളിന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേക്കുവാണ് കേട്ടോ, ഫേസ് 2-ൽ. ശരിക്കും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ 7-ാം തീയതി ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായി കേട്ടോ. സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞുവാവ ആത്മീയ, വീട്ടിൽ വിളിക്കുന്ന ആമി എന്നാണ്. അപ്പോൾ ആമിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിന്ന്. എസ്തറിനെ അച്ചാച്ചൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞങ്ങനെ എസ്തർ അങ്ങനെ വേറെ ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അവൾക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ, കുഞ്ഞിനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വന്നിട്ട് എസ്തറിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ എസ്തർ, പിന്നെ വേറെ സേറ, അങ്ങനെ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു മെമ്മറീസും സന്തോഷം. എപ്പോഴും ഡ്യൂട്ടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഇടയ്ക്കൊരു ചേഞ്ചസ് നമുക്കും വേണമല്ലോ അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അവിടെ കളിയും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത എല്ലാവരോടും നിന്നുള്ള ഫോട്ടോ എടുപ്പാണ് കേട്ടോ. ഇതൊരു ചേച്ചിയുടെ കയ്യിൽ ഫോട്ടോ എടുക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയിൽ ഉള്ള 2-3 പേർക്ക് വരാൻ പറ്റിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ മാക്സിമം വരാനായിട്ട് എല്ലാവർക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് 2-3-4 പേരൂടെ വന്നിട്ടില്ല. അവരുടെ ഡ്യൂട്ടി 6:30 വരെ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ അവർ വരത്തുള്ളൂ. അപ്പം ഈ സമയത്ത് കേക്കൊന്നും കട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാനൊരു കൗതുകം തോന്നിയിട്ട് എടുത്താണ്. എസ്തർ ബോട്ടിൽ ഇങ്ങനെ വെക്കുന്നത് കണ്ടപ്പം ജസ്റ്റ് ഞാനൊരു സന്തോഷത്തിന് വേണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞതിൻ്റെ ഇടയ്ക്ക് കരയുന്നൊക്കെ ഉണ്ട്.
ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷന്. 2014 ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ചിത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു കുഞ്ഞ് സെലിബ്രേഷനകത്ത്. അപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാനും അഞ്ജുവൊക്കെ അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയത്ത്, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജു ആണ് കേട്ടോ. അങ്ങനെ അഞ്ജു ഫാമിലി എത്തിയിട്ടുണ്ട്. അഞ്ജുവിന് ഇന്ന് ഓഫായിരുന്നേ. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അവളും വന്നിട്ടുണ്ട്. ഞാനും അഞ്ജുവൊക്കെ അക്കോമഡേഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഒരു കടയല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് ഈ സ്ഥലം കാണുമ്പോഴത്തേക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റും ഒരു ക്ലിനിക്ക്, പിന്നെ ലുലു, അങ്ങനെയൊക്കെ ഒത്തിരി കടകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. അവരെ പോലെ തന്നെ ഞങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ. ലവ് യു.